അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 22-ാം വാക്യം. പൗലോസ്ലീഹ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അനുഭവിച്ചൊരു സങ്കടം എഴുതിയിട്ടുണ്ട്. 16-ാം അധ്യായം 22-ാമത്തെ വാക്യം. അപ്പസ്തോല പ്രവർത്തനം. ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി. എല്ലാവരും എതിരായി ജനക്കൂട്ടം. വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി. അവർ അവരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഗ്രഹത്തിൽ അടച്ചു. അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാരൻ നിർദ്ദേശം കൊടുത്തു. അവൻ കൽപ്പന പ്രകാരം അവരെ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വച്ചു. പൗലോസ് അനുഭവിച്ച പ്രയാസത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, പ്രതിസന്ധികളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, വെല്ലുവിളികളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇത്രയൊക്കെ പോരെ ഒരു ജീവിതം തകർന്നു പോകാൻ? ഇത്രയൊക്കെ പോരെ ഒരു മനുഷ്യൻ ഡൗണായി പോകാൻ? ഇത്രയൊക്കെ വേണോ? ഇതിൻ്റെ 4-1 വേണ്ട. ഇതിൻ്റെ 4-1 ജീവിതത്തിൽ വന്നാൽ നമ്മൾ ഡൗണായി പോകും, തകർന്നു പോകും. പക്ഷേ ഇത്രയൊക്കെ പ്രശ്നം വന്നപ്പോഴും, പ്രതിസന്ധി വന്നപ്പോഴും, ഈ ജനമെതിരായപ്പോഴും, അടികിട്ടുന്ന സാഹചര്യങ്ങൾ വന്നപ്പോഴും കാവൽ നിർത്തിയവർ അകത്തു വെച്ച് കാലുകൾ കാമം വെച്ച് പൂട്ടി തകർക്കാൻ പറ്റുന്നിടത്തോളം തകർക്കാൻ നോക്കിയപ്പോഴും, വേദനിക്കാൻ പറ്റുന്നിടത്തോളം വേദനിപ്പിക്കാൻ നോക്കിയപ്പോഴും, പരാജയപ്പെടുത്താൻ പറ്റുന്നിടത്തോളം അവർ പരാജയപ്പെടുത്താൻ നോക്കിയപ്പോഴും ഇവരെന്താ ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. 25-ാമത്തെ വാക്യം. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. എങ്ങനെ സാധിക്കും? ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ മനുഷ്യർക്ക്? നമ്മൾക്കൊരു പ്രതിസന്ധി വരുമ്പം അന്നേരെ പ്രാർത്ഥനയും തള്ളിക്കളഞ്ഞ് ദൈവവചനവും തള്ളി, ഇനി ഇതൊന്നും കേൾക്കുന്നില്ല, ഇതൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇതുകൊണ്ടൊന്നും എനിക്കൊരു ഗുണവും കിട്ടിയിട്ടില്ല, ഇതൊക്കെ ചുമ്മാ മനുഷ്യനെ പറ്റിക്കലാണ് എന്നും പറഞ്ഞ് നമ്മൾ പെറുപിറുത്തും ശപിച്ചും പ്രാഗിയൊക്കെ ഇരിക്കുള്ളൂ. പൗലോസും സീലാസും മനസ്സിൽ പ്രാർത്ഥിച്ചു എന്നല്ല, പാട്ടുപാടുവാന്ന്, കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തടവുകാർ അത് കേട്ടോണ്ടിരിപ്പുണ്ട് അപ്പുറത്ത്. അവരും അത്ഭുതപ്പെട്ട് കാണും. ഇവർക്ക് ആവശ്യത്തിന് അടി കിട്ടി, മുഴുവൻ ആൾക്കാരെ എതിരാണ്. എന്നിട്ട് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചതിൻ്റെ ഫലം നിനക്ക് ദൈവം തരും. വചനം കേട്ടതിൻ്റെ ഫലം ദൈവം തരും. അടുത്ത ഭാഗം എന്നാ നോക്ക്. 26-ാമത്തെ വാക്യം. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി, കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചെങ്ങലകൾ അഴിഞ്ഞു വീണു. സംഭവിച്ചത് ഒരു വലിയ 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 അത്ഭുതമാണ് സംഭവിച്ചത്. ആർക്കും കിട്ടാത്ത ഭാഗ്യം, ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ അവരുടെ ജീവിതത്തിലുണ്ടായി. എപ്പോൾ? ഞാൻ മുമ്പേ പറഞ്ഞ വാക്ക് വെറുതെ ആയില്ല. വചനം കേട്ടതിൻ്റെ ഫലം ദൈവം തരും. പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ദൈവം തരും. പ്രാർത്ഥിച്ചതിൻ്റെ ഫലം മനുഷ്യനല്ല നിനക്ക് തരുന്നത്, ദൈവമാണ്. ദൈവത്തിൻ്റെ അത്ഭുതമാ അടുത്ത നിമിഷം അവർ കണ്ടത്. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ അടുത്ത നിമിഷം ദൈവത്തിൻ്റെ ഒരു അത്ഭുതം കാണാൻ ഇടവരും. നമുക്ക് പ്രാർത്ഥിക്കാം.